വെള്ളൂപ്പാറ സ്കൂളിലെ പ്രതിഭകളായ കുട്ടികളെ ആദരിക്കലും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉണ്ണികൃഷ്ണൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങ് ഏതാനും നിമിഷങ്ങൾക്കകം വെള്ളൂപ്പാറ ജംഗ്ഷനിൽ തുടങ്ങും. വെള്ളൂപ്പാറ പൗരവലിയുടെ നേതൃത്വത്തിലുള്ള ആദരവ് നടത്തുന്ന ചടങ്ങിൻ്റെ ദൃശ്യങ്ങളിലൂടെ അപ്പോഴത്തേക്ക് വണ്ടി അങ്ങ് പോകും, ശല്യം വേണ്ട. ഞാനൊരു വാർത്ത ചെയ്തുകൊണ്ടിരിക്കുക, പിന്നീട് അങ്ങോട്ട് വിളിക്കാം. അതേപോലെ ആ ഒരു ലൈൻ തന്നെ ഫ്രണ്ടിൽ ഒരാള് തൊട്ട് ബാക്കിൽ, അങ്ങനെ ആ ലൈൻ നിങ്ങളിപ്പോ എങ്ങനെയായിരിക്കും അതുപോലെ ക്ലാസ് പറയുമ്പോൾ ഇവരെ അങ്ങോട്ട് എടുത്തേ കേട്ടോ. ഇന്നാരും ക്ലാസ് എടുക്കല്ലേ, അതേ സൈഡിൽ തന്നെ എടുത്തിട്ടുണ്ട് ക്ലാസ്.
കുട്ടികളെല്ലാം യഥാസ്ഥാനത്ത് കയറിയിരിക്കുക. വെള്ളൂപ്പാറ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള കുട്ടികൾക്കുള്ള ആദരവും നമ്മുടെ പ്രിയങ്കരനായ ഉണ്ണിസാറിനെ ആദരിക്കലുമാണ് ഇന്ന് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും യഥാസ്ഥാനത്ത് കയറിയിരിക്കുക. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ ശ്രീ ബാബുരാജൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശക്തിയും നീയല്ലോ എങ്ങുമെങ്ങും നിറായും വെളിച്ചമേ എൻ മനസ്സിൽ കുടിയിരിക്കണമേ എന്റെ പാതായിടാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊല്ലിയണമേ എന്നും എന്നിൽ കൃപ ചൊല്ലിയണമേ. PTA പ്രസിഡന്റ് സജീവ് ഈ വേദിയിലേക്ക് വേണം. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ്, MPTയുടെ പ്രസിഡന്റ് ഈ വേദിയിൽ വേണം എന്നറിയിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ, ജനപ്രതിനിധികൾ, പ്രിയങ്കരായ നാട്ടുകാരെ, കുഞ്ഞുമക്കളെ, വെള്ളൂപ്പാറ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളൂപ്പാറ ഗവൺമെന്റ് UPSലെ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് ജില്ലാതല മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ളവർക്ക് പൗരസമിതി നൽകുന്ന ആദരവിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം ഈ നാട്ടിൽ നിന്നും പോലീസ് മെഡൽ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ P. ഉണ്ണികൃഷ്ണൻ സാറിനും ഇതോടൊപ്പം ആദരവ് നൽകുകയാണ്. കൂടുതൽ സംസാരിച്ച് ദീർഘപ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഈ ആദരവ് ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിലിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ചടയമംഗലം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹരി വി നായറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ശ്രീമതി S. സലീന ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സലീനയെയും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശ്രീമതി ഷംന നിസാം, ശ്രീമതി റീജ ഷഫീഖ്, ശ്രീ M. വിഷ്ണുരാജ്, ശ്രീമതി JV ബിന്ദു, ശ്രീ D. രഞ്ജിത്ത്, ശ്രീ ഉണ്ണികൃഷ്ണൻപിള്ള, ശ്രീമതി മഞ്ജു മറിയപ്പള്ളി, ശ്രീമതി PS. സുനിൽകുമാർ, ശ്രീമതി KS. ജയലേഖ, ശ്രീമതി S. സിന്ധു, ശ്രീ നസിമുദ്ദീൻ അമ്പലത്തിൽ എന്നുള്ള നമ്മുടെ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം
PTA പ്രസിഡന്റ്, നമ്മുടെ വെള്ളൂപ്പാറ സ്കൂളിലെ PTA പ്രസിഡന്റായിട്ടുള്ള ശ്രീ സജീവ് ആശ്രമത്തിൽ, വൈസ് പ്രസിഡന്റ് ഷാഹിദ, MBTA പ്രസിഡന്റ് സൗമ്യ എന്നിവരെയും ഈ പൊതുപരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ വെള്ളൂപ്പാറ ഗവൺമെന്റ് UPSലെ HM ശ്രീ സുധീഷ് സാർ അവർകളെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഈ പരിപാടി കാണാനും ഈ പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വെള്ളൂപ്പാറ പൗരസമിതിയുടെ പേരിൽ ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ശ്രീ A. രാജു, കുരിയോട് വാർഡ് മെമ്പർ PS സുനിൽകുമാർ, PTAയുടെ പ്രസിഡന്റ് ശ്രീ സജീവ്, PTAയുടെ വൈസ് പ്രസിഡന്റ് ഷാഹിദ, MPTAയുടെ പ്രസിഡന്റ് സൗമ്യ, ബഹുമാനപ്പെട്ട HM സുധീഷ് സാറ്, ഈ പരിപാടി സംഘടിപ്പിച്ച വെള്ളൂപ്പാറ പ്രദേശത്തുള്ള പൗരസമിതി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വെള്ളൂപ്പാറ പൗരസമിതി വളരെ മാതൃകാപരമായി ഈ സ്കൂളിൽ നിന്ന് ശാസ്ത്രോത്സവത്തിലും കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ചവരെയും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തവരെ കൂടി ഒരാദരവ് നൽകണം. തുടർന്നും ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഒരു പ്രചോദനമാകണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ കലാ മത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്നതിന് വേണ്ടി മൊമെന്റോ നൽകി ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. നമ്മുടെ സമിതിയായി രൂപീകരിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ തുടർന്നുള്ള കുറച്ചുകൂടി നന്നായി വികസനം നടത്തണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇത് സംഘടിപ്പിച്ചത്. തീർച്ചയായും ഞാൻ അങ്ങേയറ്റം അവരെ അനുമോദിക്കുകയാണ്. തുടർന്നും ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമുക്ക് കൂട്ടായി ഏറ്റെടുക്കാം എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് സംഘടിപ്പിച്ചത് ഇവിടുത്തെ പൗരസമിതിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകരും അതോടൊപ്പം തന്നെ PTA എല്ലാം യോജിച്ചു നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ഏറ്റെടുക്കുന്നത്. അതിന്റെ ശിലാസ്ഥാപന കർമ്മം നടത്താൻ കഴിയാതെ പോയത് ചടയമംഗലം പഞ്ചായത്തിൽ ഇപ്പോൾ പൂങ്കോട് വാർഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. 12-ാം തീയതി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ പെരുമാറ്റച്ചട്ടം തീരത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ പണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഉദ്ഘാടനം ഇവിടുത്തെ MLAയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ചിഞ്ചുറാണിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഏതായാലും ഈ പെരുമാറ്റച്ചട്ടം കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇന്ന് അവരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ തുടർന്നുള്ള, കാരണം സ്കൂളിലെ ഒരു പ്രവൃത്തി ദിവസം മാത്രമേ നമുക്ക് ആ പരിപാടി ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ മുതൽ പരീക്ഷ ആരംഭിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരീക്ഷയിടയിൽ അങ്ങനെ ഒരു പരിപാടി ഏറ്റെടുക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. തീർച്ചയായും അത് ഈ മാസം തന്നെ അതിന്റെ ഒരു ഔദ്യോഗിക ശിലാസ്ഥാപന കർമ്മം നടത്തണമെന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആവശ്യത്തിന് യഥാർത്ഥത്തിൽ വെള്ളൂപ്പാറ സ്കൂളിൽ പഴയ കാലങ്ങൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ശരിക്കുള്ള ബെഞ്ച് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നതെല്ലാം മാറി. ഇവിടുത്തെ ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കേരള ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള വളരെ ശ്രദ്ധയോടെയുള്ള ഇപ്പോ കഴിഞ്ഞ MLAയുടെ കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അതിന് കഴിയുന്ന തരത്തിൽ ഒരു 3 നില കെട്ടിടം നമുക്കൂടി പണി കഴിപ്പിച്ച് അതിന് എല്ലാവിധ സൗകര്യത്തോടുകൂടി പാൽ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 1,30,00,000 രൂപയ്ക്കുള്ള കെട്ടിടം കൂടി പൂർത്തിയാകുമ്പോൾ ഇവിടെ ഈ സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഒരു അപര്യാപ്തത നമുക്ക് ആ അപര്യാപ്തത നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. തീർച്ചയായും
അതിന് ഉതകുന്ന തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഇരിക്കുന്ന HM. എല്ലാ കാര്യത്തിനും അദ്ദേഹം മറ്റ് അധ്യാപകരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. തികച്ചും വെള്ളൂപ്പാറക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു ഹെഡ്മാസ്റ്ററാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കൂളിലുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നത് കാരണം ഇത് സമയബദ്ധമായി പൂർത്തീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് 1 മണിക്കൂറിനകം പൂർത്തിയാക്കണമെന്ന തരത്തിലാണ് ഇതിന്റെ സംഘാടകർ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത പൗരസമിതി, അതോടൊപ്പം തന്നെ PTA-യും അധ്യാപകരും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് A. രാജു അവർകൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഹരി വി നായർ അവർകൾ, ജനപ്രതിനിധികളായിട്ടുള്ള വിഷ്ണുരാജ്, സുനിൽകുമാർ, PTA പ്രസിഡന്റ് സജീവ് ആശ്രമത്തിൽ, വൈസ് പ്രസിഡന്റ് ഷാഹിദ, മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ, പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, നമ്മുടെ വെള്ളൂപ്പാറ പൗരസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ ഓരോ വർഷവും മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയും അവരുടെ കലാകായിക പ്രവർത്തനങ്ങളും ഓരോ വർഷവും വളരെ മികച്ച രീതിയിൽ മെച്ചപ്പെട്ടു വരികയാണ്. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഓരോ അടിസ്ഥാന സൗകര്യങ്ങളായാലും അവരുടെ പഠനേതര പ്രവർത്തനങ്ങളായാലും ഓരോ വർഷവും നമ്മുടെ മറ്റുള്ള സ്കൂളുകൾക്ക് മാതൃകയാവുന്ന രീതിയിലാണ് ഓരോ പ്രവർത്തനവും മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വിവേകാനന്ദ സ്കൂളിലെ ഇത്തരത്തിൽ പൗരസമിതി അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഒരുപക്ഷെ ഒരു കാലത്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിരുന്ന നമ്മുടെ സർക്കാർ സ്കൂളിലെ കുട്ടികളെ ഇത്തരത്തിൽ ഒരു നാടൊന്നിച്ച് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഓരോ പ്രാവശ്യവും മെച്ചപ്പെട്ടു വരുന്നതിനും അവരെ പഠനത്തിലായാലും കലാകായിക പ്രവർത്തനങ്ങൾക്കായാലും അവർക്കൊരു ഊർജം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു നാട് തന്നെ ഒരു സ്കൂളിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇവിടെ അധ്യക്ഷനായ ബാബുരാണ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ വെള്ളൂപ്പാറ സ്കൂളിനെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ സർക്കാർ സ്കൂളുകളിലും ഓരോ വർഷവും അതിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വഴി എത്തുന്നത്. അത്തരത്തിൽ നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെ വളരെ മികച്ച വിദ്യാലയങ്ങളായി ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ കൊച്ചു മക്കളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: ഒരു നാട് നിങ്ങളിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് ഈ സ്കൂളിന്റെ ഉന്നമനവും നിങ്ങളിലോടൊപ്പം നിന്നുകൊണ്ട് ഈ നാടിനെ ആകെ എടുത്തു കാട്ടാവുന്ന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിലായാലും നിങ്ങളുടെ കലാകായിക പ്രവർത്തനങ്ങളിലായാലും വെള്ളൂപ്പാറ സ്കൂളിനെ മറ്റ് സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാക്കി കാണിക്കുക എന്നുള്ളൊരു ചുമതലയാണ് നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ളത്. അത്തരത്തിൽ ഒരു നാട് നിങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അതിന് ഇരട്ടിയായി ആ നാടിന് തിരിച്ചു കൊടുക്കുക എന്നതാണ് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. അതെന്തായാലും 100% നിങ്ങളെ പഠനകാര്യത്തിലായാലും ഇതുപോലുള്ള കലാകായിക പ്രവർത്തനങ്ങൾ കാര്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്ന ഉപരി നമ്മുടെ നാടിനും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കും ഒരുപാട് പൊതുപ്രവർത്തനത്തിലായാലും അല്ലാതെ ആയാലും വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുകയും
ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം അവാർഡുകൾ വാങ്ങിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ അഭിമാനം തന്നെയാണ്. ഒട്ടനവധി വേദികളിൽ ഞാൻ ഉൾപ്പെടെ സാറിന് പല ചടങ്ങിലും ഞാനാണ് സാറിന് അവാർഡ് കൊടുത്തിട്ടുള്ളത്. വളരെ അഭിമാനമുണ്ട് ഇത്തരത്തിലുള്ളൊരു ഉദ്യോഗസ്ഥ. സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഇതുപോലെ ആയിരിക്കണം സാറിനെ പോലെ വിദ്യാഭ്യാസം ചെയ്യുകയും അതുപോലെ നാടറിയുന്ന നാട്ടുകാരറിയുന്ന നല്ല മക്കളുമാരായി വളർന്നു വരണമെന്ന് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരും പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളിലേക്കൊന്നും സംസാരിച്ചു പോകുന്നില്ല. കാര്യം ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കെല്ലാം നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും. തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്തുവാൻ ഇവിടുത്തെ പൗരസമിതിക്കും അതുപോലെ സ്കൂളിനും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായരെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ബാബുരാജൻ, യോഗോദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മിനി സുനിൽ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജ്, ഏറെ പ്രിയങ്കരനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അവാർഡ് വാങ്ങിയ പ്രിയപ്പെട്ട ഉണ്ണി സാറ്, നമ്മുടെ എച്ച്.എം. സുധീഷ് സാർ അടക്കം വേദിയിലും സദസ്യരുമായി ഉള്ള പ്രിയമുള്ളവരെ എന്നുള്ളതാണ് നിങ്ങളെ ഈ സ്കൂളിന് പുറത്ത് ഒരു അവാർഡ് ദാന ചടങ്ങിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് വിളിച്ചത്. നിങ്ങളും ഉണ്ണിസാറും ഒരു കാര്യത്തിൽ തുല്യരാണ്. നിങ്ങൾ പഠനത്തിലും പഠനേതര പ്രവർത്തനത്തിലും മികവ് തെളിയിച്ചവരും. ഞങ്ങളെല്ലാവരും ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഉണ്ണിസാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലിയിൽ മികവ് തെളിയിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ അംഗീകാരം നേടിയ ആളുമാണ്. അത് നമ്മുടെ നാടിന് കൂടി അഭിമാനമാണ്. പൊതുവിദ്യാലയവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലൂടെ സൂചിപ്പിച്ചു. ഞങ്ങളെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് നിങ്ങളിന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ബ്ലാക്ക് ബോർഡിൽ ചോക്ക് പെൻസില് കൊണ്ടായിരുന്നു അധ്യാപകർ എഴുതിയിരുന്നത്. ആ ചോക്ക് പെൻസിലിന്റെ ഏറ്റവും അവസാനത്തെ കഷ്ണം ആ മേശപ്പുറത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ അത് ആദ്യം എടുക്കാൻ വേണ്ടി മത്സരിച്ചോടി ടീച്ചർ ക്ലാസ്സിൽ നിന്നിറങ്ങുമ്പോൾ ഓടിയെടുക്കുമായിരുന്നു. അവിടെ നിന്ന് ആ ക്ലാസ് അതിന് മുന്നൊരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയാണെങ്കിൽ ഇരുന്നിരുന്നത് ബെഞ്ചിലായിരുന്നില്ല, തറയിലിരുന്നായിരുന്നു പഠിച്ചിരുന്നത്. ഞങ്ങളുടെ തലമുറ എത്തിയപ്പോഴത്തേക്ക് അത് പഠിക്കുവാൻ ബെഞ്ചുകൾ കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അവിടെ നിന്ന് ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ചോക്ക് പെൻസിലും ഡസ്റ്റർ കൊണ്ടുവരുന്ന ആളാണ് ക്ലാസ്സിലെ ഏറ്റവും മികച്ച ആൾ. വീട്ടിൽ തയ്യൽ മെഷീനുള്ള അമ്മമാരുടെ മക്കൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ഡസ്റ്റർ ഉണ്ടാക്കി കൊണ്ടുവന്ന് ടീച്ചർ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ടീച്ചർക്ക് വലിയ സന്തോഷമാവും, ഒരു സ്നേഹം ഉണ്ടാവും എന്നുള്ളതല്ല. അവിടെ നിന്ന് മാറി ഇന്ന് ക്ലാസ് മുറികൾ ഹൈടെക് ആവുന്നു. ക്ലാസ് മുറിയിലേക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കൊണ്ടുവന്ന് ആ ക്ലാസ് മുറി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നു. ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഹൈസ്കൂളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ പഠിക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാം ടെസ്റ്റ് ട്യൂബ് കണ്ടിരുന്നത് ബോർഡിൽ വരച്ചിടുന്ന ടെസ്റ്റ് ട്യൂബിന്റെ പടമായിരുന്നു. 10ാം ക്ലാസ് വരെ കണ്ടത് ആ ടെസ്റ്റ് ട്യൂബിന്റെ പടമാണ്. പ്രീ ഡിഗ്രി ക്ലാസ് ആയിരുന്നു, ഒന്ന് പ്ലസ് 2 ഉണ്ടായിരുന്നില്ല. അതിലെത്തുമ്പോൾ ടെസ്റ്റ് ട്യൂബ് കാണാമെന്ന് നമ്മളെല്ലാം ആശിച്ചു. ഞാനാണെങ്കിൽ കോമേഴ്സാണ് എടുത്തത്, അതുകൊണ്ട് പ്രീ ഡിഗ്രി ക്ലാസ്സിലും ടെസ്റ്റ് ട്യൂബ് കണ്ടില്ല. പിന്നീട് ഡിഗ്രിക്ക് ബികോം തന്നെയായതുകൊണ്ട് അവിടെയും ടെസ്റ്റ് ട്യൂബ് കണ്ടില്ല. എന്നാൽ ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഇവിടെ ബാബുരാജൻ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ച നമ്മുടെ കെട്ടിടങ്ങളുടെ നിലവാരം ഉയർത്തുന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുണ്ടായി.
അതിന്റെ ഭാഗമാണ് വെള്ളുപ്പാറ ഗവൺമെന്റ് UPSന്റെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായത്. പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടുതൽ കുട്ടികൾ കടന്നു വന്നു. നമ്മുടെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂൾ ബസ് വന്നിരുന്നത് അന്ന് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ്. അവരുടെ സ്കൂൾ ബസ്സാണ് വരുന്നത്. ഞങ്ങളെല്ലാം പഠിക്കുമ്പം അഞ്ചലുള്ള ഒരു അൺഎയ്ഡഡ് വിദ്യാലയത്തിലായിരുന്നു ഏറ്റവും സമ്പന്നനായ ആൾക്കാരുടെ മക്കൾ പഠിച്ചിരുന്നത്. അവര് രാവിലെ ബസ്സിൽ കയറി യൂണിഫോം ഇട്ട് ഷൂവും ഇട്ട് ബസ്സിൽ കയറി പോകുമ്പോൾ അതൊരു പുതിയ സംസ്കാരം തന്നെ ആ വിദ്യാഭ്യാസ മേഖലയിൽ അതിന് ഉടലെടുക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ വിദ്യാലയത്തിന്റെ മുറ്റത്തും നമ്മുടെ വിദ്യാലയത്തിന്റെ പേര് പതിച്ച ബസ് കിടക്കുകയും അത് ഓടുകയും നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നമ്മളെ ആ ബസ്സിൽ കയറ്റി സ്കൂളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ മേഖല മാറി. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലാണ് തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും നന്നായി നടക്കുക എന്ന് ചിന്തിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ സർക്കാർ സ്കൂളിലേക്ക് മാറ്റുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് ഞാൻ നിൽക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് കേരളത്തിൽ കുറെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ചു, സ്കൂളുകൾ അടയ്ക്കുവാൻ. ചിലപ്പോൾ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു മുട്ടായി കട തുറന്നേക്കുന്ന കാണാം, കുറേ ദിവസം കഴിഞ്ഞ് അതിനെ പോകുമ്പോൾ കട അടയ്ക്കുന്ന കാണാം. കച്ചവടം ഇല്ലാത്തതുകൊണ്ട് കട അടയ്ക്കും. അതുപോലെ കേരളത്തിലെ കുട്ടികളില്ലാത്തതുകൊണ്ട് സ്കൂളുകൾ അടച്ചു പൂട്ടുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. അവിടെ നിന്നാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ ഇരിക്കുവാൻ പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല എത്തിയത്. വെള്ളുപ്പാറ സ്കൂള് ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന സ്കൂളാണ്. ആ സ്കൂള് ദിവസം പ്രതി അതിന്റെ വിദ്യാഭ്യാസ നിലവാരം, ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രതയോടുകൂടി ഇടപെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിന് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളായി, ഏറ്റവും വലിയ വിദ്യാഭ്യാസ നിലവാരമുള്ള സ്കൂളായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ഒരാൾക്കും സംശയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ കുട്ടികളെ രക്ഷിതാക്കൾ ഒരാശങ്കയുമില്ലാതെ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ട് വിടുവാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഈ സ്കൂളിന്റെ മേലുള്ള കരുതലിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിന്റെ പുറത്ത് ഇവിടുത്തെ പൗരാവലി നിങ്ങൾക്ക് അനുമോദനം നൽകുവാൻ നിശ്ചയിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ നാളെ നിങ്ങളുടെ വിദ്യാലയത്തിന്റെ പേര്, നമ്മുടെ ഈ നാടിന്റെ പേര് വിവിധ രൂപത്തിൽ പഠന പ്രവർത്തനത്തിൽ, പഠനേതര പ്രവർത്തനത്തിലൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേരണം എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഉണ്ണേണ്ട സംബന്ധിച്ചുള്ള സൂചിപ്പിച്ചു, നമ്മുടെ നാടിന്റെ അഭിമാനമാണ് മുഖ്യമന്ത്രിയുടെ പോലീസ് പടം നേടുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. ചുരുക്കം ചില ആളുകൾക്കാണ് ഒരു വർഷം അങ്ങനെ മുഖ്യമന്ത്രിയുടെ പോലീസ് പടം ലഭ്യമാകുന്നത്. അങ്ങനെ ലഭ്യമായ കൂട്ടത്തിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഉണ്ണിസാർ കൂടി ഉൾപ്പെട്ടു വന്നത് നമ്മുടെ നാടിനും നമുക്കും അഭിമാനിക്കാനുള്ള കാര്യമാണ്. അതിനുള്ള അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിച്ചുകൊണ്ട്, നിങ്ങളെല്ലാം കണ്ടതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട്, നിങ്ങളെല്ലാം വലിയ നിലയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, നാളെ നിങ്ങളുടെ പേരിൽ ഈ നാട് അറിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കണ്ടതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ആശംസകൾ അറിയിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു നമ്മളോട് സംസാരിക്കും. ഈ അനുമോദന സമ്മേളനത്തിന്റെ ബഹുമാനിയായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ എം ബാബുരാജൻ, വെള്ളുപ്പാറ വാർഡ് മെമ്പർ, സ്വാഗതം പറഞ്ഞ ശ്രീ ബിജു സാർ, ഈ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനീസുകൾ, ഈ അനുമോദന സമ്മേളനത്തിന് ആശംസ അർപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായർ, വേദിയിലും സദസ്സിലുള്ള ബഹുമാനിതരെ, വെള്ളുപ്പാറ പൗരസമിതി ഇന്ന് 2 പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഒന്ന്, വെള്ളുപ്പാറ ഗവൺമെന്റ് UPSലെ പ്രതിഭകളെ അനുമോദിക്കൽ.
2 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ശ്രീ ഉണ്ണീഷൻ സാറിനെ ആദരിക്കുന്നു. വെള്ളുപ്പാറയെ സംബന്ധിച്ചിടത്തോളം ഈ 2 പരിപാടിയും വളരെ പൊതുജന ശ്രദ്ധയും അതോടൊപ്പം തന്നെ ഒരു പൊതുസമൂഹത്തിൻ്റെ ആകെ ആഗ്രഹം നിറവേറ്റുന്ന തലത്തിലേക്കുള്ള ഒരു ഗംഭീര പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളുപ്പാറ ഗവൺമെന്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഞാനടക്കം ഇരിക്കുന്ന ഏകദേശം 90% പേരെങ്കിലും ഈ വിദ്യാലയത്തിൽ പഠിച്ച് പുറത്തുപോയവരാണ്. അന്ന് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളും ഇപ്പോഴുള്ള സാഹചര്യം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള വളരെ വലിയ വ്യത്യാസം നമ്മുടെ സമൂഹത്തിനാകെ ഗുണകരമാകുന്ന തരത്തിൽ ഈ സ്കൂളിന്റെ പഠനേതര പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഈ 24-25 അക്കാഡമിക് വർഷം വിവിധ കലാ കായിക ശാസ്ത്ര IT മേഖലകളടക്കം LSS USS പരീക്ഷയടക്കം ഉന്നത വിജയം നേടുന്ന ഒരു സ്ഥിതി നമ്മുടെ വെള്ളുപ്പാറ സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അവാർഡുകൾ നേടിയ കുട്ടികളെ സ്വന്തം നാട്ടിൽ അനുമോദിക്കുക എന്നുള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ കുട്ടികൾക്ക് ആദ്യം ഫാമിലി സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും അതോടൊപ്പം പൊതുസമൂഹത്തിന്റെ ആകെ സ്നേഹവും കിട്ടുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ അസുലഭമായ മുഹൂർത്തമാണ് വെള്ളുപ്പാറ പൗരസമിതി ഇന്ന് നമ്മുടെ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി തന്നെ ഈ പൗരസമിതിക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉണ്ണികൃഷ്ണൻ സാറിന്റെ സ്വന്തം നാടാണ്. സാറ് ജനിച്ച് വളർന്ന് കളിച്ച് ജോലി സമ്പാദിച്ച നാടാണ്. അപ്പോൾ ആ നാട്ടിൽ തന്നെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു യോഗത്തിൽ വെച്ച് സാറിനെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു ആദരവ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റുള്ള ഏത് ആദരവിനേക്കാൾ കൂടുതൽ മനസ്സിൽ തട്ടുന്ന തരത്തിലേക്കുള്ള ഒരു ആദരവായിരിക്കും സാറിന് ഇന്ന് കിട്ടാൻ പോകുന്നത്. കാരണം സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ആദരവ് മറ്റതിനേക്കാൾ ഏറ്റവും മികച്ചതായിരിക്കും എന്നുള്ളൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അത്തരത്തിൽ ആ ഉണ്ണികൃഷ്ണൻ സാറിനെ തീർച്ചയായിട്ടും എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. ഭാവിയിൽ സാറിനെ സംബന്ധിച്ച് അറിയാൻ കഴിയും, ഒരു പോലീസ് എന്നുള്ളൊരു ഒരു ജനകീയ പോലീസ് മുഖമാണ് സാറിനുള്ളത്. ഏത് സ്റ്റേഷനിലായാലും കടക്കലായാലും ഇപ്പോൾ ചടയമത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും എവിടെയും യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാതെ കാര്യങ്ങളിലും വിഷയങ്ങളും ഇടപെടാൻ ഒരു ധൈര്യക്കേട് കാണിക്കാതെ നേരിട്ട് നടന്നിരുന്ന ഒരു പോലീസ് സംവിധാനമാണ് സാറിൻ്റെത്, സ്വഭാവ രീതിയാണ്. അപ്പോൾ സാറിന് ഉന്നതങ്ങളിൽ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുകയാണ്. 2 ഈ വെള്ളുപ്പാറ ഗവൺമെന്റ് ഓഫീസിലെ ഇത്തരത്തിലുള്ള കായിക മത്സരങ്ങളിൽ മികവ് നേടിയ കുട്ടികൾക്ക് ഒരു ചെറിയൊരു നിർദ്ദേശമുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ കല അല്ലെങ്കിൽ നേടിയ കായിക ശാസ്ത്ര മികവ് നിങ്ങൾ നേടിയ അറിവുകൾ അല്ലെങ്കിൽ അനുമോദനങ്ങൾ നിങ്ങൾ നിലനിർത്തുന്നതിൽ ഒരു പരിശ്രമം നടത്തേണ്ടതാണ്. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ കിട്ടിയ ഈ അവാർഡ് നിങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത ഗതിയെ മാറ്റിമറിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ യാതൊരു വിധമായിട്ടുള്ള ശങ്കയും കൂടാതെ പിന്തുടർന്നുകൊണ്ട് പോകണം എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ പിന്തുടർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പുരോഗതിക്കും അത് കാരണമായേക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു ശ്രദ്ധ കൂടി നിങ്ങൾ രക്ഷിതാക്കളടക്കം അധ്യാപകരടക്കം കുട്ടികളടക്കം ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നിരവധി ആളുകൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള വിഷ്ണുരാജ് ഉൾപ്പെടെ PS സുനിൽകുമാർ മെമ്പർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. പക്ഷെ ഇത് സമയബന്ധിതമായി നമുക്ക് പൂർത്തിയാക്കണം എന്നുള്ളതുകൊണ്ട് അവരിങ്ങോട്ട് പറഞ്ഞു ഞങ്ങളെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കേണ്ട. തുടർന്ന്
നമ്മുടെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രീ ഉണ്ണികൃഷ്ണ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ഷാൾ അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരീവി നായരെയും അതോടൊപ്പം തന്നെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണ സാറിനെയും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടുകാർ നൽകുന്ന ഒരു മൊമെന്റോ അത് നൽകുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ്. ഈ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണ സാർ കുറിച്ചുകൂടി സംസാരിക്കും. തുടർന്ന് നമുക്ക് കുട്ടികളുടെ മൊമെന്റോ വിതരണമാണ്. ശ്രീ ഉണ്ണികൃഷ്ണ സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ ബാബുരാജൻ അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിമിസിന്, വേദിയിലിരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിവി നായർ, മറ്റ് ബഹുമാനരായ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ തന്നെ ആദരണീയനായ നമ്മുടെ ഗവൺമെൻറ് UP സ്കൂളിലെ HM സുധീഷ് സാർ, മാതൃസമിതി പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, ബഹുമാനരായ അധ്യാപികമാർ, മറ്റനധ്യാപകർ, ബഹുമാനരായ എൻ്റെ നാട്ടുകാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, നമ്മുടെ വെള്ളൂപ്പാറ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളൂപ്പാറ സ്കൂളിലെ ഈ കലാപ്രതിഭകളെ ആദരിക്കുകയും ഒപ്പം ഈ ചടങ്ങിൽ വെച്ച് എന്നെയും ആദരിക്കുവാൻ ആയിട്ടെടുത്ത ഈ തീരുമാനത്തിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. വെള്ളൂപ്പാറ പൗരസമിതി എടുക്കുന്ന ഒരു സ്വീകരണ പരിപാടിയിൽ നിന്ന് എനിക്കൊരു ആദരവ് തരുന്നതിൽ ഞാൻ ഔപചാരികമായി മാത്രം നന്ദി പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് നമുക്കൊരു ആദരവ് കിട്ടുകയോ ഒരു സമ്മാനം കിട്ടുകയോ ചെയ്യുമ്പോൾ നമ്മൾ നന്ദി പറയേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബമാണ്. വെള്ളൂപ്പാറ എന്ന് പറയുന്നത് ഞാൻ വളർന്ന, എൻ്റെ വളർച്ചയും തളർച്ചയും എൻ്റെ നേട്ടങ്ങളും ഓട്ടങ്ങളും എല്ലാം കണ്ടറിഞ്ഞ നാടാണ്. ഈ നാട്ടിൽ നിന്ന് നേരത്തെ നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരുപാട് ആദരവുകൾ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഈ മെഡൽ ലഭിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ മഹത്തരമായി കാണുന്നതും മനസ്സിൽ സൂക്ഷിക്കുന്നതും വെള്ളൂപ്പാറ പൗരസമിതിയുടെ ഈ ആദരവാണ്. കാരണം എൻ്റെ ജന്മനാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ ആദരവ്. വെള്ളൂപ്പാറ ഗവൺമെൻറ് UPS കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഏറ്റവും മഹത്തരമായ UP സ്കൂളുകളിൽ ഒന്നാണ്. പാഠ്യ വിഷയങ്ങളിലായാലും ശരി, മറ്റ് പാഠ്യേതര വിഷയങ്ങളിലായാലും ശരി, കാലാകാലങ്ങളായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ഈ വെള്ളൂപ്പാറ UPS. ഈ വെള്ളൂപ്പാറ UPSനെ പറ്റി വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഈ കാലാകാലങ്ങളായി ഇവിടെ മാറി വന്നിട്ടുള്ള അധ്യാപകരും മറ്റനധ്യാപകരുമെല്ലാം ഈ സ്കൂളിനോട് ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ്. മാത്രമല്ല ഇന്ന് ഈ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായിട്ട് നാട്ടുകാരുടെ ഏറ്റവും കൂടുതൽ സജീവമായിട്ടുള്ള ഇടപെടലുള്ള ഒരു സ്കൂളാണ്.
ഈ സ്കൂളിലെ ഏതൊരു വിശേഷ ദിവസങ്ങളായാലും ശരി, വാർഷികമായിക്കോട്ടെ, ഏതെങ്കിലും ദിനാചരണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ കായിക മത്സരങ്ങളോ എന്ത് പരിപാടികളായാലും അത് ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അതിവിടുന്ന് ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർക്കറിയാം, ഇവിടുന്ന് മാറിപ്പോയിട്ടുള്ളവർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരു നാടിന്റെ ഉത്സവമായിട്ടാണ് നമ്മൾ ഓരോന്നും ഇവിടുത്തെ ഈ സ്കൂളിന്റെ ഈ പ്രോഗ്രാമുകൾ ഏറ്റെടുക്കുന്നത്. ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്, ജാതി മതസ്ഥരുണ്ട്, എങ്കിൽ പോലും യാതൊരു വേർതിരിവുമില്ലാതെ സ്കൂളിന്റെ വിഷയങ്ങളെല്ലാം നമ്മളെ നാട്ടുകാർ ഒന്നടങ്കം സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ കോവിഡ് പോലുള്ള ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ സ്കൂളിനെ കൈപിടിച്ച് ഉയർത്താൻ നമ്മുടെ ഈ പൗരസമിതി, വെള്ളൂപ്പാറയിലെ പൗരസമിതി കാണിച്ചിട്ടുള്ളത് വളരെ പ്രശംസനീയമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ്. ഈ സ്കൂളിലെ ഈ കുട്ടികൾക്കെല്ലാം മൊബൈൽ ഫോൺ കൊടുക്കുക, TV ഇല്ലാത്തവർ വീട്ടിൽ TV കൊടുക്കാനും എല്ലാം സജീവമായി PTA സഹായിക്കുവാൻ അന്ന് ഇവിടുത്തെ പൗരസമിതിയാണ് ഉണ്ടായിരുന്നത്. ആ പൗരസമിതിയുടെ ഈ സ്കൂളിനോടുള്ള ആ സ്നേഹത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഈ രീതിയിൽ ഒരു ആദരവ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാടിന്റെ യുവാക്കളും ആയിട്ടുള്ള എല്ലാവരും വളരെ വളരെ സജീവമായി ഏത് കാര്യത്തിലും സമൂഹത്തിൽ ബന്ധപ്പെടുന്നത് പോലെ തന്നെയാണ് ഈ സ്കൂളിന്റെ കാര്യത്തിൽ. നമ്മളിവിടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ വളരെ ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞു പോണ നാടാണിത്. വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്, വ്യത്യസ്ത ആരാധനാലയങ്ങളുണ്ട്, എല്ലാ സമ്പ്രദായങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ അമ്പലങ്ങളിൽ ഉത്സവം നടത്തുന്നതും ഇവിടുത്തെ ഈ പള്ളികളിൽ നോമ്പുതുറ നടത്തുന്നതും മറ്റ് ആഘോഷങ്ങൾ നടത്തുന്നതെല്ലാം ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളാണ്. ഇവിടെ വേർതിരിവില്ല. കാവൽ ഉത്സവം വന്നാലും തൈക്കാവിൽ നോമ്പുതുറ വന്നാലും എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ പൗരസമിതിയാണ്. അവർക്ക് അതിനകത്തൊന്നും യാതൊരു ജാതിയുടെയോ ഈ മതത്തിൻ്റെയോ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഇതുപോലെ ഉള്ള ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നും വർണ്ണത്തിൻ്റെയും ഒന്നും വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരങ്ങളായി നമ്മുടെ നാടിനെ അറിഞ്ഞ് വളരുവാൻ ഈ നാട്ടിലെ ഈ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ പിഞ്ചു മക്കൾക്ക് സാധിക്കട്ടെ എന്നും, അതുപോലെ തന്നെ ഇവിടെ ഈ രീതിയിലുള്ളൊരു ആദരവ് സംഘടിപ്പിക്കുവാനായിട്ട് മുൻകൈയെടുത്ത ബഹുമാനായ നമ്മുടെ സ്കൂൾ എച്ചും അതുപോലെ തന്നെ ഈ പൗരസമിതിയുടെ എല്ലാ പ്രവർത്തകരെയും, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, ആരെയും ഒഴിവാക്കാൻ പറ്റില്ല, എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. PTA കമ്മിറ്റിക്ക് വേണ്ടി PTAയുടെ പ്രസിഡന്റ് ശ്രീ സജീവിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ബാബുരാജ് അണ്ണൻ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവർ, ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു, നമ്മുടെ വാർഡ് മെമ്പർമാരായ വിഷ്ണുരാജ്, സുനിൽ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള PTA ഭാരവാഹികൾ, നമ്മുടെ ഇന്നത്തെ ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ തുടങ്ങി പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഒരു നാട്, ആ നാട്ടിലെ വിദ്യാലയം എത്രത്തോളം സന്തോഷത്തോടു കൂടിയും അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് ആ ഒരു സ്കൂളിനെ വീക്ഷിക്കുന്നത് എന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ്, സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത്. നേരത്തെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെക്കുറിച്ചും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠന നിലവാരത്തിനെക്കുറിച്ചുമൊക്കെ എനിക്ക് മുന്നേ സംസാരിച്ചവർ വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. അതിൽ എടുത്തു പറയേണ്ടത്, ഈ പറഞ്ഞതുപോലെ നിങ്ങളിന്ന് അവാർഡ് വാങ്ങാനാണ് ധാരാളം നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു അധ്യാപകരുടെ ഒരു കൂട്ടം ഞാനത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവധിയുള്ള ദിവസമാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പ്രവൃത്തി ദിവസമാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയുടെ സമയമാണെന്നോ എൻ്റെ ഡ്യൂട്ടിയുടെ സമയം കഴിഞ്ഞെന്നോ ഉള്ള ചിന്തയില്ലാതെ
ഓരോ വിദ്യാർത്ഥികളെയും അവരവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് എന്തിനാണ് താല്പര്യം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ കഴിവ് എന്ന് മനസ്സിലാക്കി അവരുടെ കഴിവിനനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഈ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, സാധാരണ നമുക്കറിയാം മറ്റുള്ള തൊഴിലുകൾ പോലെയല്ല അധ്യാപക ജോലി. അധ്യാപക സമൂഹത്തിൻ്റെ കൂടെ ഇത്രയും പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അതിനുവേണ്ടി ഈ പറഞ്ഞതുപോലെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ആത്മസമർപ്പണം ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ അധ്യാപകരെ അവരെയും PTA ഭാഗത്ത് നിന്ന് വളരെയധികം അഭിനന്ദനാർഹമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യം, നേരത്തെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ചവരെല്ലാം നമ്മുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. കാര്യം ഞാൻ ഉൾപ്പെടെ നമ്മുടെ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അവാർഡ് വാങ്ങാൻ വന്ന ഉണ്ണിയണ്ണൻ ഉൾപ്പെടെ നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ പൗരാവലി മുഴുവൻ, ഞാൻ ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച സ്ഥാപനമെന്ന് മാത്രമല്ല, നമ്മൾ വളർന്ന് ജീവിച്ച് കാണിച്ച അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥലം, നമ്മുടെ ഒരു കുടുംബമാണ് വെള്ളൂപ്പാറ ഗവൺമെൻറ് UPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജമാണ് നമുക്ക് ലോകത്ത് എവിടെ പോയി എന്ത് തൊഴിലെടുത്തും ജീവിക്കാനുള്ള, അല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇടപെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത് ഈ വെള്ളൂപ്പാറ ഗവൺമെൻറ് UPSൽ പഠിച്ചു എന്നുള്ള ആ ഒരു ഊർജ്ജമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ പറഞ്ഞ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന ഒരു കുടുംബമാണ് വെള്ളൂപ്പാറ ഗവൺമെൻറ് UPS. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ പഠിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനകരമാണ്. നിങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പം നേരത്തെ ബാബുരാജൻ പറഞ്ഞതുപോലെ നമ്മൾ പുതിയൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 1,30,00,000 രൂപയുടെ പദ്ധതിയാണത്. അതും 9 മാസത്തെ ടൈമിനുള്ളിൽ അതും കൂടെ പൂർത്തിയായി നമുക്ക് ഈ നാടിനായിട്ട് സമർപ്പിക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വലിയൊരു പ്രശ്നം ഈ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്കൊരു കളിസ്ഥലമില്ല. കാര്യം നമുക്ക് കുറച്ച് സ്ഥലം കളിക്കാനെന്ന് പറയാൻ പറ്റില്ല, കുട്ടികൾക്ക് പുറത്തിറങ്ങി നിൽക്കാനായിട്ട് കുറച്ച് സ്ഥലം ബാക്കിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ അവിടെ ഒരു പുതിയൊരു ബിൽഡിംഗ് വരുന്നതുകൊണ്ട് നമുക്കതൊരു വലിയൊരു അപര്യാപ്തതയാണ്. എങ്കിലും ഈ ചെറിയൊരു സാഹചര്യത്തിൽ നിന്ന് പോലും ഈ വർഷം എനിക്ക് തോന്നുന്നു 1-2 കുട്ടികൾ നമ്മുടെ സ്പോർട്സ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സാഹചര്യത്തിൽ നിന്ന് വളർന്ന് ഇന്ന് അവർ ആ ഒരു വിഭാഗത്തിൽ, അതായത് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പോലും അവർക്ക് ഉയർന്നു വരാൻ ഈ ചെറിയൊരു സാഹചര്യത്തിൽ നിന്ന് പോലും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഈ പൗരാവലി മാത്രമല്ല, നിങ്ങളും ഞാനും നമ്മളെല്ലാവരും ചേരുന്ന ഈ ഒരു കൂട്ടായ്മ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ തീർച്ചയായും ഈ നാടിന് ഒരു കളിസ്ഥലം, നമ്മുടെ ഈ കുട്ടികൾക്കുള്ള വലിയൊരു സ്വപ്നത്തിന് നമുക്ക് സാക്ഷാത്കാരം ഉണ്ടാകണം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് അതാണ്, നമുക്കൊരു നല്ലൊരു കളിസ്ഥലം. അതാണ് ഇനി നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം, നമ്മുടെ ആവശ്യവും. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും അതുപോലെ തന്നെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച നമ്മുടെ വെള്ളൂപ്പാറ പൗരസമിതിയോടുള്ള PTA ഭാരവാഹി എന്നുള്ള നിലയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. അടുത്തതായി നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള ആദരവാണ്. അതിൻ്റെ ലിസ്റ്റ് സിജി ടീച്ചർ ഇവിടെ വായിക്കും. അതനുസരിച്ച് ഓരോരുത്തരായി വന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുകയാണ്. ആരും ബഹളം ഉണ്ടാക്കരുത്. ഓരോരുത്തരായി വന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ഒന്ന് ക്രമീകരിക്കും. എവിടെ കൊടുക്കുന്ന വെള്ളുപ്പാറ ഗവൺമെന്റ് UPSൽ ഈ അധ്യയന വർഷം നടന്ന UP വിഭാഗം കല, കായിക, ശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിൽ വിജയികളായ
പ്രതിഭകളെയാണ് ആദ്യം വിളിക്കുന്നത്. ജനറൽ വിഭാഗം കലോത്സവം, സംസ്കൃതോത്സവം, ശാസ്ത്രമേള, ഗണിത ക്വിസ്, ഭാസ്കരാചാര്യ സെമിനാർ എന്നീ ഇനങ്ങളിൽ മികച്ച പ്രകടനം നടത്തി വിജയിയായ പ്രതിഭ വൈകാജെ പിള്ള, 7ബിയിൽ പഠിക്കുന്ന വൈകാജെ പിള്ളയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജനറൽ വിഭാഗം കലോത്സവത്തിലും സംസ്കൃതോത്സവത്തിലും ശാസ്ത്രമേളകളിലും ക്വിസുകളിലും മികച്ച വിജയം കൈവരിച്ച മറ്റൊരു പ്രതിഭയെ പരിചയപ്പെടുത്തുന്നു. ശിവനന്ദ എച്ച്, RCയിൽ പഠിക്കുന്ന ശിവനന്ദ. സംസ്കൃതോത്സവം, ജനറൽ കലോത്സവം, ശാസ്ത്രമേള, മാത്സ് ഗെയിം തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭ 7സിയിലെ യേതു അനിൽ 7സി. അമയ A 5B, പാഠ്യം ചൊല്ലൽ, മലയാളം, സംസ്കൃതം, പ്രഭാഷണം തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭ അമയ A 5B. വൈഗ MS, 7സിയിലെ വൈഗ MS, സംസ്കൃത കലോത്സവം, ജനറൽ കലോത്സവം, പ്രവൃത്തി പരിചയമേള തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭ വൈഗ MS 7C. അഭിനവ് കൃഷ്ണ 7C, സംസ്കൃതോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭ അഭിനവ് കൃഷ്ണ 7C. ഫർഹാന ഫാത്തിമ 7C, അറബി കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ പ്രതിഭയാണ് നമ്മുടെ ഫർഹാന ഫാത്തിമ 7C. ആരാധ്യ 7B, കലോത്സവത്തിലും സംസ്കൃതോത്സവത്തിലും ശാസ്ത്രമേളകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭ ആരാധ്യ 7B. ഫിദ ഫാത്തിമ 7C, ജനറൽ, അറബിക് കലോത്സവങ്ങളിലെ മികച്ച പ്രകടനത്തിന് ഫിദ ഫാത്തിമ 7C. ആസിയ ഫാത്തിമ അറബി കലോത്സവത്തിലും ജനറൽ കലോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആസിയ ഫാത്തിമ 6C. നദീൻ ശ്രാവൺ 6A, ജനറൽ കലോത്സവം, സംസ്കൃതോത്സവം, സർവോപരി സ്പോർട്സ് എന്നീ ഇനങ്ങളിലെ പ്രതിഭയാണ്. സയൻസ് ക്വിസ്, സ്പോർട്സിലെ വ്യക്തിഗത ചാമ്പ്യൻ കൂടിയാണ് നദീൻ ശ്രാവൺ 6A. അടുത്തതായി സമ്മാനം നൽകുന്നതിന് വേണ്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി ബി നായരെ ക്ഷണിക്കുന്നു. ആര്യലക്ഷ്മി 7B, ജനറൽ കലോത്സവത്തിലും സംസ്കൃതോത്സവത്തിലും അതുപോലെ സ്പോർട്സിലും മികച്ച ഒരു പ്രതിഭയാണ് ആര്യലക്ഷ്മിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സഞ്ജന 7B, ജനറൽ കലോത്സവം, സംസ്കൃതോത്സവം, പ്രവൃത്തി പരിചയമേള എന്നീ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭ സഞ്ജന. LP ശാസ്ത്ര കലോത്സവ പ്രവൃത്തി പരിചയ സ്പോർട്സ് പ്രതിഭകൾ റംസാന സജീവ് 4B, സയൻസ് കളക്ഷൻ, അറബിക് സംഘഗാനം, അറബിക് പദ്യചൊല്ലൽ, മാപ്പിളപ്പാട്ട്, ദേശഭക്തി ഗാനം. ഹാദിയായി 4B, SS കേസ്, അറബിക് കേസ്, അറബിക് പദ്യചൊല്ലൽ, അറബിക് സംഘഗാനം, ഗണിത പസിൽ. ആത്മന M പിള്ള 4B, മാത്സ് നമ്പർ ചാർട്ട്, ദേശഭക്തി ഗാനം. ആരാധ്യ S വിനു 4B, ജിയോമെട്രിക്കൽ ചാർട്ട്, സംഘഗാനം. ആരുഷ് D ദാസ് 4B, മാത്സ് സ്റ്റിൽ മോഡൽ. നിള RB 4B, വെജിറ്റബിൾ പ്രിന്റിംഗ്, ദേശഭക്തി ഗാനം. വെജിറ്റബിൾ പ്രിന്റിംഗ് ഫസ്റ്റ് A ഗ്രേഡ്, ദേശഭക്തി ഗാനം. ഗൗരി R 4B,
ഗൗരി ആർ 4B. അഗർബത്തി മേക്കിംഗ് 3rd A ഗ്രേഡ്, ദേശഭക്തി ഗാനം A ഗ്രേഡ്. ആദ്യ P 4B. സയൻസ് ചാർട്ട്, കന്നഡ പദ്യം ചൊല്ലൽ, തമിഴ് പദ്യം ചൊല്ലൽ, സംഘഗാനം A ഗ്രേഡ്. കീർത്തി രഞ്ജു 4B. സയൻസ് കളക്ഷൻ ഫസ്റ്റ് A ഗ്രേഡ്, സംഘഗാനം. സൗവർണിക VA 4B. സയൻസ് എക്സ്പെരിമെന്റ്, ദേശഭക്തി ഗാനം, മലയാളം പദ്യം ചൊല്ലൽ, വിദ്യാരംഗം, ചിത്രരചന. അടുത്തതായി സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിഷ്ണുരാജിനെ ക്ഷണിക്കുന്നു. UP വിഭാഗം പ്രതിഭകളെയാണ് വിളിക്കുന്നത്. ഹലീമ NRB. മാപ്പിളപ്പാട്ട്, അറബി ഗാനം തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച പ്രതിഭ ഹലീമ RB. മീന സജീവ് 7C. സോഷ്യൽ സയൻസ് ഫെയർ, വർക്കിംഗ് മോഡൽ, മോണോ ആക്ട്, അറബിക് മോണോ ആക്ട്, സംഭാഷണം തുടങ്ങിയ ഇനങ്ങളിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭ മീന സജീവ് 7C. ആഫിയ 7C. അറബിക് സംഘഗാനം, അറബിക് IT ക്യൂസ് തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭ ആഫിയ 7C. IT ക്യൂസിലും 3rd A ഗ്രേഡ് നേടിയിട്ടുള്ളതാണ് ഈ പ്രതിഭ. അയന BR 7B. സമസ്യപൂരണം, കവിതാ രചന തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭ അയന BR. നാസ്രിയ 7C. അറബിക് പദപ്പയറ്റ്, പദകേളി തുടങ്ങിയ ഇനങ്ങളിലെ മികച്ച പ്രകടനത്തിന് നാസ്രിയ 7C. ലിയാന ഫാത്തിമ 7C. അറബിക് സംഭാഷണം, സ്പോർട്സിലെ മികച്ച ഒരു പ്രതിഭ കൂടിയാണ് നമ്മുടെ ലിയാന 7C. അനശ്വര G. ദേശഭക്തി ഗാനം, വന്ദേ മാതരം തുടങ്ങിയ ഇനങ്ങളിലെ മികച്ച പ്രകടനത്തിന് അനശ്വര G 7B. നന്ദിത RC. സംസ്കൃത നാടകം, പ്രവൃത്തി പരിചയമേളയിൽ നെറ്റ് മേക്കിംഗ് തുടങ്ങിയ ഇനങ്ങളിലെ മികച്ച പ്രകടനത്തിന് നന്ദിത RC. അടുത്തത് LP വിഭാഗം. സമ്മാനം നൽകുന്നതിനായി വാർഡ് മെമ്പർ സുനിൽ സാറിനെ ക്ഷണിക്കുന്നു. 4B. ജാനകി. സംഘഗാനം, സയൻസ് ചാർട്ട്, മാത്സ് ക്വിസ്. വേദിക സതീഷ് 4B. സയൻസ് എക്സ്പെരിമെന്റ്, സംഘഗാനം, ദേശഭക്തി ഗാനം. വൈഗ അരുൺ 4B. SS സ്റ്റിൽ മോഡൽ 4th A ഗ്രേഡ്, സയൻസ് ക്വിസ്, മലയാള പ്രസംഗം, സംഘഗാനം, തമിഴ് പ്രസംഗം, വിദ്യാരംഗം, കഥാരചന. ആദ്യ R 3A. SS സ്റ്റിൽ മോഡൽ 4th A ഗ്രേഡ്. ഫിദ ഫാത്തിമ A 3B. അഭിനയഗാനം, അറബിക്, ഖുർആൻ പാരായണം, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, അറബിക് സംഘഗാനം. ആരാധ്യ വിനീത് 1B. ആരാധ്യ വിനീത് 1B. ഇംഗ്ലീഷ് ആക്ഷൻ സോങ്. ആരുഷി PR 4B. സംഘഗാനം. സാന്ദ്ര R 1B. കഥാകഥനം, ആംഗ്യപ്പാട്ട്, മലയാളം A ഗ്രേഡ്. അമൽ P 3A. ത്രെഡ് പാറ്റേൺ 3rd A ഗ്രേഡ്. സുചിത്ര, അമലിന്റെ അമ്മ സമ്മാനം ഏറ്റുവാങ്ങും. സുചിത്ര 4A. ഫാമിലി പ്രോഡക്ട്സ് A ഗ്രേഡ്. അടുത്തതായി UP വിഭാഗം പ്രതിഭകളെയാണ് വീണ്ടും വിളിക്കുന്നത്. 7Cയിലെ നൂറ ഫാത്തിമ 7C. കഥ പറയൽ, അറബിക്കിന് A ഗ്രേഡ്, ഡിജിറ്റൽ പെയിന്റിംഗ് ഇവയിലെ മികച്ച പ്രകടനത്തിന് നൂറ ഫാത്തിമ 7C. ഫിദ ഫാത്തിമ RB. നൂറ ഫാത്തിമ 7C. ഫിദ ഫാത്തിമ RB. സംഘഗാനം, അറബിക്. ഖദീജ RB. സംഘഗാനം, അറബിക്. ഖദീജ. നൂറ ഫാത്തിമ, ഫിദ ഫാത്തിമ, ഖദീജ. മഹാലക്ഷ്മി RB. ജനറലിൽ ഭരതനാട്യം അവതരിപ്പിച്ച കുട്ടി മഹാലക്ഷ്മി.
അറബിയിലെ മഹാലക്ഷ്മി. അമീന 7C. അടുത്തതായി സമ്മാനം നൽകാനായി വാർഡ് മെമ്പർ ബാബുരാജൻ അവരെ ക്ഷണിക്കുന്നു. പേര് നൂറ ഫാത്തിമ, ഫിദ ഫാത്തിമ, ഖദീജ, മഹാലക്ഷ്മി, അമീന, ഇത്രയും പേരെയാണ് വിളിച്ചിട്ടുള്ളത്. അടുത്തതായി അനാമിക 5A, സംഘഗാനം, മലയാളം സംഘഗാനം, അഗർബത്തി മേക്കിംഗ് എന്നിവയിലെ മികച്ച പ്രകടനത്തിന് അനാമിക 5A. റീസ ഫാത്തിമ 5A, റീസ ഫാത്തിമ 5A സംഘഗാനത്തില് മികച്ച പ്രകടനം. സ്വാലിഹ 5A സംഘഗാനം. സിയ ഫാത്തിമ 5A സംഘഗാനത്തിലാണ്. രുദ്ര രാജീവ് 5B സംഘഗാനവും പ്രവൃത്തി പരിചയമേളയിലെ ബീഡ്സ് വർക്കിലും കഴിവ് തെളിയിച്ച പ്രതിഭയാണ് രുദ്ര രാജീവ്. അടുത്ത LP വിഭാഗം മഞ്ജിമ അനിൽകുമാർ 4A. അടുത്ത മഞ്ജിമ അനിൽകുമാർ 4A, വേസ്റ്റ് മെറ്റീരിയൽ പ്രോഡക്ട്സ് A ഗ്രേഡ്. സമ്മാനം നിർവഹിക്കുന്നതിനായി PTA പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മഞ്ജിമ അനിൽകുമാർ 4A. ശിവനന്ദ SK 4B, ഫാബ്രിക് പെയിന്റ് B ഗ്രേഡ്. വേദ LR 4B, ദേശഭക്തി ഗാനം, പേപ്പർ ക്രാഫ്റ്റ്. നവീൻ കൃഷ്ണ 4B, നെറ്റ് മേക്കിംഗ്. ഐശ്വര്യ SA, മെറ്റൽ എൻഗ്രേവിംഗ്. ശിവാനി S 3B, വയറിംഗ്, വിദ്യാരംഗം, അഭിനയം, റിലേ. ഇർഹാൻ ഇർഷാദ് 1B, പദനിർമ്മാണം, അറബിക് A ഗ്രേഡ്. അൽഫിയ 4B, അറബിക് കയ്യെഴുത്ത് A ഗ്രേഡ്. സന മറിയം 4B, അറബിക് സംഘഗാനം A ഗ്രേഡ്. ഫർഹാന 4B, അറബിക് സംഘഗാനം A ഗ്രേഡ്. അലീന അമീർ 4B, അറബിക് സംഘഗാനം, സ്പോർട്സ് 50 മീറ്റർ 100 മീറ്റർ. ആദിത്യൻ S 1B, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ്. ആദിത്യൻ S 1B, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ്. അനയ അനന്ത് 1B, റിലേ. തൊയ്യബ 3B, അറബിക് സംഘഗാന A ഗ്രേഡ്. ഇമ്രാൻ അബ്ദുൽ കലാം 1B, 50 മീറ്റർ 100 മീറ്റർ റേസ്. ശിവാനി SS 2A, 50 മീറ്റർ 100 മീറ്റർ സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ് സെക്കൻഡ്. ദേവതീർത്ഥ BS 2A, LP ക്രെഡീസ് റിലേ. അടുത്തതായി സമ്മാനം നൽകുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ഇൻഷ ഫാത്തിമ 6B, സംഘഗാനം, ഇൻഷ ഫാത്തിമ. ശിവഹരി 5A, ലളിതഗാനം. ശിവഗംഗ K, വന്ദേ മാതരം, സയൻസ് ശാസ്ത്രമേള. ശിവഗംഗ VS, സംസ്കൃതോത്സവം. വിശ്വജിത്ത് VR, ചിത്രരചന, ക്ലേ മോഡൽ. അജിന J, സംഘഗാനം, അറബിക് A ഗ്രേഡ്. അമയ സുഭാഷ്, ദേശഭക്തി ഗാനം, സംസ്കൃതം, സംഘഗാനം. അമയ സുഭാഷ്. കാളിദാസ് RB,
സയൻസ് സ്കിൽ മോഡൽ ഫസ്റ്റ് എ ഗ്രേഡ് ആയിരുന്നു. റിലേ ഫസ്റ്റ്. അമയ JB ദേശഭക്തി ഗാനം 3rd എ ഗ്രേഡ്. സംസ്കൃതം സംഘഗാനം. സാന്ദ്ര സുനിൽ ദേശഭക്തി ഗാനം സംസ്കൃതം സംഘഗാനം. ഫർഹാന ഫാറൂഖ് ദേശഭക്തി ഗാനം. ശ്രേയ AS റിലേക്ക് ഫസ്റ്റ്. ദേശഭക്തി ഗാനത്തിന് 3rd എ ഗ്രേഡ്. മുഹമ്മദ് അസ്ലം AB ഖുറാൻ പാരായണം എ ഗ്രേഡ്. വിശ്വജിത്ത് AB സംസ്കൃതോത്സവം സയൻസ് വർക്കിംഗ് മോഡൽ എ ഗ്രേഡ്. ധനഞ്ജയ് AB സംസ്കൃത നാടകം. ബിയാബി ബിനോയി 7A സംസ്കൃതം സംഘഗാനം സയൻസ് പരീക്ഷണം എന്നിവയിൽ എ ഗ്രേഡ്. അടുത്ത സമ്മാനദാനം നിർവഹിക്കുന്നതിനായി PTA വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അടുത്ത LP വിഭാഗം കാർത്തിക് U 2A LP കിഡ്സ് റിലേ. മുഹമ്മദ് അഫ്നാൻ H 2B 50 മീറ്റർ 100 മീറ്റർ റിലേ. ഹൃദയ അഭിലാഷ് 2B റിലേ. ആർജോ ബൈജു 2B റിലേ. അൻവർ ഷാഹുൽ 4B റിലേ 3rd. സഞ്ജു സുനിൽ 4B 50 മീറ്റർ 100 മീറ്റർ റിലേ 3rd. നയന ശ്രീകുമാർ 4A 50 മീറ്റർ 3rd 100 മീറ്റർ റിലേ. മഞ്ചേഷ് MR 4A സ്റ്റാൻഡിംഗ് ബ്രോഡ് ജംപ്. മിന്ന ഫാത്തിമ 4A ലോങ് ജംപ്. മുഹമ്മദ് അസർ 3A 100 മീറ്റർ റേസ് ജംപ് റിലേ 3rd. ജ്യോതിലക്ഷ്മി 3B റിലേ ലോങ് ജംപ്. അവിൻ രാജ് ലോങ് ജംപ് 100 മീറ്റർ റേസ് റിലേ 3rd. അടുത്തതായി സമ്മാനം നൽകുന്നതിന് വേണ്ടി മാതൃസമിതി പ്രസിഡന്റ് ശ്രീമതി സൗമ്യയെ ക്ഷണിക്കുന്നു. UP വിഭാഗം ഹാദിയ ഇർഷാദ് RC കവിതാ രചന. വാസുദേവ് RA പ്രവൃത്തി പരിചയ മേളയിൽ ബുക്ക് ബൈൻഡിംഗ് ഫസ്റ്റ് എ ഗ്രേഡ്. മനീഷ് 5A പനയോലയിൽ ഫസ്റ്റ് എ ഗ്രേഡ്. റിസാല സാബു 7C ചോക്ക് നിർമ്മാണം 2nd എ ഗ്രേഡ്. ശിവനന്ദ VH RB സോഷ്യൽ സയൻസ് സ്കിൽ മോഡൽ എ ഗ്രേഡ്. വൈഷ്ണവി B ബാബു 7B സോഷ്യൽ സയൻസ് വർക്കിംഗ് മോഡൽ ഫസ്റ്റ് എ ഗ്രേഡ്. കാർത്തിക് 5C IT മേള മലയാളം ടൈപ്പിംഗിലെ മികച്ച പ്രകടനം. ശ്രീഹരി B RA ഗണിതശാസ്ത്രമേള പസിൽ 2nd എ ഗ്രേഡ്. നന്ദന JS 7C നമ്പർ ചാർട്ട് ഫസ്റ്റ് എ ഗ്രേഡ് സംസ്കൃത നാടകം. അദ്വൈത് വിജു RC സ്റ്റിൽ മോഡൽ എ ഗ്രേഡ്. അൻഷാദ് 7C റിലേയിലും 100 മീറ്റർ ഓട്ടത്തിലും മികച്ച പ്രകടനം. നോബിൻ 7C ഷോർട്ട് പുട്ട്. അമൃത 7C 400 മീറ്റർ ഓട്ടം ഫസ്റ്റ്. അടുത്തതായി LSS USS വിജയികളെ അനുമോദിക്കാനായി ബിജു സാറിനെ ക്ഷണിക്കുന്നു. LSS വിജയികൾ
ജിതു അനിൽ, അഭിമന്യു മോഹൻ, USS വിജയി കാർത്തിക് BR. കാർത്തികിന്റെ സഹോദരി കാഞ്ചനയാണ് ട്രോഫി ഏറ്റുവാങ്ങുന്നത്. അടുത്തതായി സമ്മാനം നൽകുന്നതിന് വേണ്ടി അടുത്ത സിയാദ് 5B 100 മീറ്റർ ഓട്ടം, ഷെറീന ഷെരീഫ് RC ഓട്ടം, നന്ദു ബാബു ADA ഡിസ്കസ് ത്രോ, സുജിത്ത് ADA റിലേ, നസ്രിയ RA 100 മീറ്റർ ഓട്ടം, മുഹമ്മദ് ഹാറൂൺ 5A റിലേയിൽ ഫസ്റ്റ്, ഫാദിൽ മുഹമ്മദ് 7B 400 മീറ്റർ ഓട്ടം റിലേ, വൈഷ്ണവ് VG 7B ലോങ് ജമ്പ്, വൈശാഖി 7B വിദ്യാരംഗം അഭിനയം. വൈശാഖിയാണ് ഇപ്പോൾ ട്രോഫി ഏറ്റുവാങ്ങുന്നത്. വൈശാഖി 7B. ഇനി പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഇനത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേദിക്കരികിലേക്ക് വരിക. ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അബദ്ധവശാല് മറന്നു പോവുകയോ വിട്ടുപോവുകയോ ചെയ്തവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി വരിക. കിട്ടാത്തവർ അതൊരു ഫോട്ടോ എടുത്തെങ്കിൽ കൊള്ളാം. ബഹുമാനപ്പെട്ട സുധീർ സാറിന് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, ഒരു ചടങ്ങിന്റെ സർവ്വവിധമായ ചിട്ടവട്ടങ്ങളെയും ആദ്യം തന്നെ തെറ്റിച്ചുകൊണ്ട് നേരിട്ട് കുട്ടികളിലേക്ക് കയറുകയാണ്. എന്റെ ഏതാണ്ട് 30 വർഷക്കാലത്തെ സർവീസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതാനും ധന്യ മുഹൂർത്തങ്ങളിൽ ഒന്നാണിത്. എങ്ങനെ ഇത് ധന്യമായി എന്ന് ചോദിച്ചാൽ, ഒരു സ്കൂളിന്റെ വിജയം ഒരു നാടിന്റെ മികവുത്സവമായി നമ്മൾ ആഘോഷിക്കുമ്പോഴാണ് പൊതുവിദ്യാലയത്തിന്റെ ഏറ്റവും മഹത്തായ മുഹൂർത്തമായി അത് മാറുന്നത്. അതുകൊണ്ടാണ് ഈ 30 വർഷക്കാലത്തെ ഏതാനും ധന്യ നിമിഷങ്ങളിൽ ഒന്നാണിത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ കൈകളിലെല്ലാം കൈ നിറയെ അനുമോദനത്തിന്റെ ട്രോഫികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങൾ പഠിക്കുന്ന ഇടത്തിലുണ്ടാവണം. ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെ വെക്കണം എന്ന് ഇപ്പോൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നും രാവിലെ അല്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയം നിങ്ങൾ ഇതിലേക്ക് നോക്കണം. നോക്കൂ. എവിടേക്ക്? ഈ ട്രോഫിയിലേക്ക് നിങ്ങൾ നോക്കണം. അത് നിങ്ങളുടെ ഒരു വലിയ ഊർജ്ജമായി മാറണം. ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റിവിടെ സംസാരിച്ചവരും നിങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ അവകാശമായിരിക്കാം. ശരിയല്ലേ? സമ്മാനം കിട്ടിയ നിങ്ങളുടെ അവകാശമായിരിക്കാം. പക്ഷേ ഈ അവകാശം കൈപ്പറ്റിയ നിങ്ങൾക്ക് ഈ സമൂഹത്തോട് ഒരു കടമ കൂടിയുണ്ട്. എന്നെ കേൾക്കാത്ത ഒരു കുട്ടിയുടെ ഇവിടെ, ഒരു കുട്ടി, ആ കുട്ടി കൈവക്കും. ഇപ്പൊ ആരും എന്നെ കേൾക്കാതെയില്ല. ഞാൻ പറഞ്ഞത്, ദിവസം ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതിലേക്ക് നോക്കണം. ഇത് നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ അഭിമാനമാണ്. ആ അഭിമാനത്തോടൊപ്പം നിങ്ങൾക്കൊരു കടമയുണ്ട്. ആ കടമ എന്നും നിങ്ങളിൽ ഉണ്ടാകണം. കാലങ്ങൾ കഴിഞ്ഞു പോകാം. ഒരു പക്ഷേ തന്ന മൊമെന്റോ എന്നെങ്കിലും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ കഞ്ഞിയിൽ വീണ ഉപ്പ് പോലെ എന്നും ജീവിതാന്ത്യത്തോളം നിങ്ങളിൽ ഇത് ലയിച്ചു തരും. ശരിയല്ലേ?
കഞ്ഞിയിൽ ഉപ്പ് കലർത്താൽ കുറെ സമയം, ഇപ്പൊ പൊടിയായത് അല്ലേ, കുറെ സമയം കഴിയുമ്പോൾ ആ ഉപ്പിനെ കാണാനില്ലാതാവും. പക്ഷേ ആ കഞ്ഞിയിൽ ഉപ്പില്ലാതാകുമോ? ഇല്ല. അതുപോലെ നിങ്ങളിത് ഈ സമയം ഇത് അലിഞ്ഞു ചേരും. എല്ലാ കാലത്തും ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും, നിങ്ങളുടെ ഊർജമാകും, നിങ്ങളുടെ ശക്തിയാകും. ആവൂലേ? ആകണം. അങ്ങനെ ആയി ഇവിടെ ആദരിക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ മിടുക്കരായി സമൂഹത്തെ അടയാളപ്പെടുത്തുന്നവരായി, ജീവിതം കഴിഞ്ഞു പോയാലും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് അടയാളപ്പെടുത്തുന്നവരായി ആരൊക്കെ മാറും? എല്ലാവരെയും കൈവരണം. ഇത് ധന്യമാണ്, ഇത് ആഹ്ലാദകരവുമാണ്. കൈകാത്തിട്ടുള്ളൂ. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ജോലി ഞാൻ പണിയെടുക്കുന്ന അധ്യാപന മേഖല പോലല്ല. വളരെ പ്രശ്നങ്ങളും വളരെ പ്രയാസങ്ങളും സഹിച്ചാൽ മാത്രം നിന്നു പോകാൻ കഴിയുന്ന ഒരു ജോലിയാണ് പോലീസ് ജോലി. പലതരത്തിലുള്ള ഏറ്റവും പ്രശ്നക്കാരായ ആളുകൾ മാത്രം, ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് കടുത്ത സമ്മർദ്ദം, ഈ കടുത്ത മാനസിക സംഘർഷത്തിലും ഒരു മാതൃകാ ഉദ്യോഗസ്ഥനായി സമ്മാനം വാങ്ങുക എന്നുള്ളത്, അംഗീകരിക്കപ്പെടുക എന്നുള്ളത് സ്വപ്നതുല്യമാണ്. ആ സ്വപ്നതുല്യമായ മുഹൂർത്തത്തിലേക്ക് എത്തിച്ചേരുകയും നിങ്ങൾക്കാകെ മാതൃകയാവുകയും ഈ നാടിനാകെ അഭിമാനമാവുകയും ചെയ്ത അദ്ദേഹം ഇന്ന് ഇവിടെ ഈ നിങ്ങൾക്ക് സമ്മാനം നൽകുന്ന കൊച്ചു പരിപാടിയിലെത്തി അദ്ദേഹത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങി. നിങ്ങളോടൊപ്പം അദ്ദേഹം ചെലവിട്ടതിന് ആദ്യമായി ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കഞ്ഞിയിലെ ഉപ്പ് പോലെ എന്നും നിങ്ങൾക്ക് ഊർജം നൽകിയ ഈ പ്രദേശത്തെ പൗരസമിതി, ഈ സ്കൂളിന്റെ വിജയം നാടിന്റെ മികവായി ഏറ്റെടുത്ത പൗരസമിതി, ആ പൗരസമിതിയിലെ ഓരോ അംഗങ്ങൾക്കും അവരേറ്റെടുത്ത മഹത്തായ ഉദ്യമത്തിന്റെ വലിപ്പത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ കുട്ടികൾ ഓരോരുത്തരും സമ്മാനം വാങ്ങുമ്പോൾ ഈ സമ്മാനത്തിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ശക്തിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ പരിശീലിപ്പിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്ത, നന്നായി സമ്മർദ്ദം അനുഭവിച്ച് പരമാവധി സമയം അതിനുവേണ്ടി കണ്ടെത്തി നിങ്ങളെ മിടുക്കരാക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നിങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, രാത്രിയിലും സ്കൂളിലെത്തി നിങ്ങളെ സ്കൂളിൽ കൊണ്ടു തന്നും വിളിച്ചുകൊണ്ടുപോയും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ആ രക്ഷിതാക്കൾക്കും, അതോടൊപ്പം നിന്ന് കുടുംബപരമായ എല്ലാ സാഹചര്യങ്ങളും മാറ്റിവെച്ച് നന്നായി പ്രവർത്തിച്ച് മക്കളെ, സ്കൂളിലെ കുട്ടികളെ സ്വന്തം മക്കളെക്കാൾ വരി ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ കൊച്ചു പരിപാടിയും ഇവിടെ എത്തിച്ചേർന്ന് നാടിന്റെ ആകെ ധാരാളം ചുമതലകൾ ഉണ്ടായിട്ടും ഇവിടെ എത്തി നിങ്ങളുടെ ഈ സമ്മാന പരിപാടിയിലും സ്കൂളിന്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതാണ് ആകെ ഒന്ന് തിരിച്ചിടുന്നു എന്ന് പറഞ്ഞത്, നിങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നമ്മുടെ പ്രിയങ്കരനായ വാർഡ് മെമ്പർ തുടങ്ങിയ എല്ലാ ജനപ്രതിനിധികൾക്കും സ്കൂളിന്റെ പേരിലും പൗരസമിതിയുടെ പേരിലുമുള്ള അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ സ്ഥലം ഇതിനുവേണ്ടി നമുക്ക് ലഭ്യമാക്കി തന്ന പ്രിയപ്പെട്ട നമ്മുടെ ആളുകളുണ്ട്. നമ്മുടെ സ്കൂളിലെ തന്നെ പൂർവാധ്യാപികയായിരുന്ന ലീലാമണി ടീച്ചറുടെ ഒരു കടയിലാണ് നമ്മൾ ഇത്രയും സ്വസ്ഥമായും സുഖമായി ഇരിക്കുന്നത്. ലീലാമണി ടീച്ചറുടെ കുടുംബത്തോട് ഉള്ള നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി നന്നായി
നമ്മുടെ പരിപാടിക്ക് നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ കൊടുക്കുക. മീഡിയ, നവമാധ്യമ മീഡിയക്കാരിവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നന്ദി അറിയിക്കുന്നു. വളരെ കുറച്ചു പേരെങ്കിലും ഈ വൈകിയ വേളയിൽ ഈ കുട്ടികളുടെ പരിപാടിയോടൊപ്പം ചേർന്ന രക്ഷകർത്താക്കളുണ്ട്, രക്ഷകർത്തൃ പ്രതികളല്ലാത്ത ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും ഈ പൗരസമിതിയുടെ പേരിലും ചടങ്ങിന്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ സൂത്രധാരനായി പകൽ അന്തിയോളം പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൂടിയായ സുനിലിന് പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്കൂളിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഏത് സമയവും ഒരു ഫോൺ വിളിയിൽ സ്കൂളിലെത്തി സ്കൂളിലെ കാര്യം ഏറ്റെടുക്കുന്ന കുറേയേറെ പ്രിയപ്പെട്ടവരായ സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ എനിക്കുണ്ട്. പേര് പറയാൻ ഞാൻ ആളല്ല, എങ്കിലും അവരെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ സഹായ സഹകരണങ്ങളിൽ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിനെ വീടായി കാണുന്ന ഈ നാടിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. വളരെ ഈ നല്ല ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുകയാണ്. വെള്ളൂപ്പാറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ വെള്ളൂപ്പാറ ഗവൺമെൻറ് സ്കൂളിലെ പ്രതിഭകളെയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ഉണ്ണികൃഷ്ണൻ സാറിനെയും ആദരിച്ചു.